ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ അനുമോളുടെ അടുത്ത് പോയിട്ട് നെവിൻ പല തവണ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം, ഈ ആഴ്ച ആര് പോകുമെന്ന് അറിയത്തില്ല, നെവിന് സംശയമുണ്ട് നെവിൻ പോകുമെന്നൊക്കെ. ചിലപ്പോഴും ടോപ്പ് 5-ൽ എത്തും. രാത്രിയിൽ അനുമോളെ ഹഗ് ചെയ്തിട്ടൊക്കെ സംസാരിക്കുവാണ്. എനിക്ക് നിന്റെ അടുത്ത് ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത്, ഇത് ഡ്രാമയൊന്നുമല്ല, സത്യസന്ധമായിട്ടാണ് എന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. ചിലപ്പോഴും സത്യമായിരിക്കാം. ഇനി ബിഗ് ബോസ് അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ബിഗ് ബോസിന്റെ തുടക്കം തൊട്ട് നമ്മൾ കണ്ടതാണ് അനുമോളും നെവിനും ഭയങ്കര കൂട്ടായിരുന്നേ. ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന അത്രയും ഒരു അടുത്ത ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നേ. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നെവിൻ ആളാകെ മാറിപ്പോയി. അനുവിനെതിരെ എന്താ പറയാ, വല്ലാണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോഴുള്ള നെവിന്റെ ഈ ഒരു മാറ്റം കാണുമ്പോൾ ഇതൊരു ഡ്രാമയായിട്ട് തോന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം കിച്ചണിലുണ്ടായ പ്രശ്നങ്ങൾ നെവിൻ സംസാരിച്ചു, ശരിയാണ്. പക്ഷേ മുൻപത്തെ പോലെ ഒരു എന്താ പറയാ, നമ്മുടെ അനുവിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും അനുമോളുടെ അടുത്തേക്ക് നമ്മുടെ നെവിൻ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നെവിന് ചിലപ്പോ ഇരുന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി കാണും. കാരണം അനുവിനെതിരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തൊക്കെ കളിച്ചത് ചിലപ്പോൾ നെഗറ്റീവായി പോയിട്ടുണ്ടാവുന്ന ഒരു തോന്നൽ നെവിന് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ കൊണ്ടാവാം വീണ്ടും അനുവിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. ഈ നെവിൻ ഉണ്ടല്ലോ ശരിക്കും ഒരു ബേബി മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നന്നായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനൊക്കെ നെവിന് അറിയാം. ഇന്നലത്തെ ആ ഒരു ടാസ്ക് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. കാരണം നെവിൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നെവിൻ ഇവിടെ നന്നായി കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നു. ഇവിടെ നെവിൻ വന്ന് സംസാരിച്ചപ്പോൾ അനു അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അനു പറയുന്നുണ്ട് ഇവിടെ ആരും തെറ്റ് ചെയ്യാത്തവരൊന്നുമില്ല, ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം വലിയ കാര്യമാണെന്ന് തോന്നേ. ഇനിയിപ്പോഴ് ഇവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അനു നെവിനോട് അടുക്കുമ്പോഴും അനുവിന്റെ മുഖത്തൊരു വിഷമമുണ്ട് കേട്ടോ. കാരണം ആദില നൂറ കൂട്ടുകെട്ട് വിട്ടത് അനുവിന് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലേ. കാരണം കുറച്ച് നാളായിട്ട് അനു അത്രയ്ക്ക് അടുപ്പമായിരുന്നേ നമ്മുടെ ആദിലയും നൂറയുമായിട്ട്. എന്തായാലും ആ ഒരു കൂട്ടിൽ നിന്ന് വിട്ടുപോയതിന്റെ ആ ഒരു സങ്കടം അനുവിന്റെ മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട്. എന്തായാലും അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗെയിം നെവിൻ അവസാനിപ്പിച്ചല്ലോ.